ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്പാനിഷ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ, മുട്ട, മല്ലിയില, സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ മൊസറല്ല ചീസ്. ഇനി നമുക്ക് തയ്യാറാക്കാം. പാൻ വെച്ച് എണ്ണ ഒഴിച്ചത് ചൂടായതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഗ്രേറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്കത് വഴണ്ടി കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ പൊട്ടറ്റോ നമുക്ക് കുക്കായി കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് അതും കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ഒഴിക്കാനുള്ള മുട്ട റെഡിയാക്കി എടുക്കാം. മുട്ട ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചതച്ച മുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഇത് ഈ മുട്ടയിലേക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻ വെച്ച് അതിൻ്റെ പകുതി ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് അത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചീസ് ചേർക്കാം. ചീസ് കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ബാക്കിയുള്ള ബാറ്റർ കൂടി അതിൻ്റെ പുറത്തൊഴിച്ച് വീണ്ടും സ്പൂൺ വെച്ച് ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലേറ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.